ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്കിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഹാർട്ട് ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ കണ്ടക്റ്റീവ് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ പേസ് മേക്കർ SA നോഡിന് അതിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന കണ്ടക്ഷൻ ഇഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇത് ഹാർട്ട് അറ്റാക്കുമായിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഹാർട്ട് അറ്റാക്ക് മറ്റൊരു സംഭവമാണ്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും. ഇത് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ആകുന്നതിനുള്ള ഇഷ്യൂ ആണ് ഹാർട്ട് ബ്ലോക്ക് എങ്കിൽ. നേരെ മറിച്ച് ഹാർട്ട് അറ്റാക്ക് എന്ന് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊറോണറി ആർട്ടറിയുടെ ഇഷ്യൂ കൊണ്ട് ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ട് മയോകാർഡിയത്തിനുണ്ടാകുന്ന സെൽ ഡെത്ത് അല്ലെങ്കിൽ നെക്രോസിസിനാണ് എന്ത് പറയുന്നത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി ഹാർട്ടിൻ്റെ കണ്ടക്ഷൻ ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം SA നോഡ് ഹാർട്ടിൻ്റെ പേസ് മേക്കർ SA നോഡിൽ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ AV നോഡ് വഴി ബണ്ടിലോ ഈസ് വഴി ബണ്ടിൽ ബ്രാഞ്ചസ്, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് വഴി പർക്കിഞ്ചെ ഫൈബേഴ്സിലോട്ട് ഡീപോളറൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പ്രെഡ് ആകുമ്പോഴാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ സ്പ്രെഡ് ആകുമ്പോഴതിൻ്റെ ഫലമായിട്ടാണ് ഏട്രിയൽ സിസ്റ്റോളും വെൻട്രിക്കുലർ സിസ്റ്റോളും ഉണ്ടാകുന്നത്. ഇതാണ് നോർമലായിട്ടുള്ള ഹാർട്ടിൻ്റെ കണ്ടക്ഷൻ. ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ SA നോഡിൽ നിന്നെല്ലാം ഓക്കെ ആയിട്ട് പോകും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ AV നോഡിലൂടെയുള്ള കണ്ടക്ഷൻ ഡിലേ ആവും. മനസ്സിലായോ? വേറെ രീതിയിൽ പറഞ്ഞാൽ ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ പോകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും, സ്ലോ ഡൗൺ ആവും. AV നോഡിലൂടെ അത് കണ്ടക്ട് ചെയ്യപ്പെടുമ്പം അത് സ്ലോ ഡൗൺ ആകുന്നതിനാണ് ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്ക് നമ്മൾ വിളിക്കുന്നത്. ഇതിൻ്റെ ECG വളരെ പ്രധാനപ്പെട്ടാണ്, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ലോജിക്ക് വെച്ചൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. നമുക്കറിയാം ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ പോകുന്നത് സ്ലോ ഡൗൺ ആവുന്നു. അതിൻ്റെ ഫലമായിട്ട് Pയിൽ നിന്ന് Rലോട്ട് അല്ലെങ്കിൽ QRSലോട്ട് അങ്ങനെ മനസ്സിലാക്കാം അല്ലേ. Pയിൽ നിന്ന് Rലോട്ടുള്ള ദൂരം കൂടും ഈ സ്ലോ ഡൗൺ ആകുന്നുണ്ട്. ഓക്കെ, പ്രൊലോങ്ഡ് PR ഇൻ്റർവെലാണ് ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ECG ചേഞ്ച്. അത് വേറെ രീതിയിൽ അതിൻ്റെ ടൈം വെച്ചും പറയാം. 0.20 സെക്കൻഡിൽ മുകളിൽ പ്രൊലോങ്ഡ് ആവും. ഓക്കെ, PR ഇൻ്റർവെൽ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ബോക്സസ് ഉണ്ടല്ലോ, അത് 5 ബോക്സിൽ കൂടുതൽ എടുക്കും PR ഇൻ്റർവെലിന് വേണ്ടിയിട്ട്. പിന്നെ അത് മെയിൻ ECG ഫൈൻഡിങ്സ്. പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇതിൽ കാണിക്കാറില്ല, പലപ്പോഴും എസിംറ്റമാറ്റിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റും വേണ്ടി വരത്തില്ല. ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഉദാഹരണം ചില കോഴ്സുകൾ ഡ്രഗ്സിൻ്റെ ഫലമായിട്ട് ബീറ്റ ബ്ലോക്കേഴ്സിൻ്റെ ഒക്കെ ഇതിൻ്റെ എഫക്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ വേണ്ടി വരും. അതുപോലെ തന്നെ സിംറ്റമാറ്റിക് ആകുമ്പോഴും ചിലപ്പം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. പക്ഷേ ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തോണം. മുന്നോട്ട് പുതിയ ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിറ്റോറിയറേറ്റ് ആകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യണം. DHA, HAD, MOH, പ്രോമോട്രിക്, എൻക്ലക്സാറൻ ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ അവൈലബിൾ ആണ്. നഴ്സിംഗ് പ്ലീസ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.